നമസ്കാരം. ദിവാന നോളി ഷീയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ മെയിൽ ഡോമിനേറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് ഫീൽഡുകളുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡ്രൈവർ, ബസ് കണ്ടക്ടർ, ക്യാമറാമാൻ. പക്ഷേ ഈ ഫീൽഡിലെല്ലാം ഇപ്പോൾ സ്ത്രീകൾ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ മെയിൽ ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഫീൽഡിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ആളൊരു ക്യാമറ പേഴ്സൺ ആണ്. ഫോട്ടോഗ്രാഫിയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഡിറക്ഷനിൽ എത്തി നിൽക്കുന്നു. നമുക്ക് സ്വാഗതം ചെയ്യാം ദിവാന ആൻഡ് ഓൺലി അനുജ ജലൻ. മാം നമസ്കാരം. ദിവാന ആൻഡ് ഓൺലി ഷീയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് മാം വിശേഷം? സുഖമായിരിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കുന്നു. തിരിച്ചും സുഖമാണ്. സുഖമായിട്ടിരിക്കുന്നു മാം. ഇപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിൽ നിന്നിട്ട് ഇപ്പോൾ ഒരു ഡിറക്ഷനിലേക്ക് എത്തി നിൽക്കുന്നു. അപ്പോൾ പഴയ അനുജയിൽ നിന്നും പുതിയ അനുജ അതൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ പറയും മാം? എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല, നോർമലായിട്ട് തന്നെയാണ്. പിന്നെ നമ്മളിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമല്ലോ. എനിക്ക് ഇപ്പോൾ ഫോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ അതിൽ അപ്ഡേഷനേക്കാൾ കൂടുതൽ ഞാൻ ഇറങ്ങിയ സമയത്ത് അധികം ലേഡീസ് ഉണ്ടായിരുന്നില്ല. പിന്നെ കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങി. പിന്നെ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കി. അപ്പം ഞാൻ ഇടയിൽ DOP ചെയ്തു. ഫോട്ടോഗ്രാഫി മാറിയിട്ട് ഫോട്ടോഗ്രാഫി ഉണ്ട്, വെഡ്ഡിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഒപ്പം സിനിമാറ്റോഗ്രാഫി കൂടി ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഡയറക്ഷൻ, പിന്നെ എഡിറ്റിംഗ്, അങ്ങനെ മാറി മാറി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ, അല്ലാതെ വലിയ മാറ്റങ്ങൾ അങ്ങനെ തോന്നുന്നില്ല. എനിക്കറിയില്ല, എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ചിട്ട് ഇപ്പൊ എങ്ങനെ പോകുന്നു അതുപോലെ പോവാം. മുമ്പോട്ടുള്ള ചിന്തകൾ കുറച്ച് കുറവാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫോട്ടോഗ്രാഫി ആണെങ്കിലും ശരി, ഡയറക്ഷൻ ആണെങ്കിലും ശരി, അത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് ഇൻ മൈ ആസ്പെക്ട്. അപ്പം എങ്ങനെയാണ് ഈ രണ്ട് നമ്മുടെ ഇപ്പോൾ ഫോട്ടോഗ്രാഫി ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും മാം എങ്ങനെ ഡിഫൈൻ ചെയ്യും രണ്ട് പ്രൊഫഷനെയും? ഫോട്ടോഗ്രാഫി ഇപ്പം നമ്മളിൽ മാത്രം നിൽക്കുന്ന കാര്യം. ഇപ്പം എന്താ പറയുക, ഇപ്പം എനിക്കൊരു മോഡലിനെ പോസ്റ്റ് ചെയ്യിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വെഡ്ഡിങ്ങിനാണെങ്കിൽ പോലും നമ്മളുടെ കയ്യിൽ കുറച്ച് ഒതുങ്ങും. പക്ഷേ ഡയറക്ഷൻ അങ്ങനെയല്ല. ഞാനിപ്പോൾ ഷോർട്ട് ഫിലിമേ ചെയ്തിട്ടുള്ളൂ. മൂവി അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ചിലപ്പോൾ ഈ വർഷം ഉണ്ടാവാം. അപ്പോൾ ഷോർട്ട് ഫിലിംസിലാണെങ്കിലും എന്തിലാണെങ്കിലും എന്താ പറയുക, കുറച്ച് അത്ര ആൾക്കാരെ കൺട്രോൾ ചെയ്യണം. അത് ഭയങ്കര പാടാണ്. ഇപ്പം ഞാൻ പവിത്രയുടെ ഒരു ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പവിത്രനെ മാത്രം കൺട്രോൾ ചെയ്താൽ മതിയല്ലോ. പക്ഷേ ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനുള്ളിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ടാവാം, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടാവാം, ലൈറ്റ് യൂണിറ്റിലുണ്ടാവാം. എല്ലാവരെയും കൺട്രോൾ ചെയ്ത് പോവാന്ന് പറയുന്നത് കുറച്ച് പാടായിരിക്കും. മാമിന് കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത് ഏതാണ്? അത് തീർച്ചയായിട്ടും ഫോട്ടോഗ്രാഫിയാണല്ലോ. പാഷനാണ്. ഫോട്ടോഗ്രാഫി എൻ്റെ പാഷനുമാണ്, പ്രൊഫഷനുമാണ്. കാരണം എൻ്റെ ലൈഫ്, എൻ്റെ ഫാമിലിയൊക്കെ ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫി എന്ന ഒരിതിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നതാണ്. അപ്പം അമ്മ അനിയനാണ് എനിക്കുള്ളത്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ എനിക്ക് ഫോട്ടോഗ്രാഫി തന്നെ വേണം. പക്ഷേ ഡയറക്ഷൻ എൻ്റെ പാഷനാണ്. ഇപ്പോൾ മാം ഫോട്ടോഗ്രാഫി ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ മാമിന് കൂടുതലും ഏത് ടൈപ്പ് ഓഫ് ആണ് ഇഷ്ടം ചെയ്യാനൊക്കെ ആയിട്ട്? എനിക്ക് എല്ലാം ഇഷ്ടമാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ വെഡ്ഡിംഗ് ആണ്. വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ലൈവ് ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇപ്പോൾ ഫാഷനാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആർട്ടിഫിഷ്യലാണ് കുറച്ചൊക്കെ, അല്ലേ? ഇപ്പം അവർ പോസ്റ്റൊക്കെ ചെയ്യുന്നത് വെഡ്ഡിങ്ങിൻ്റെ ടൈമിൽ, താലി കെട്ടുന്ന ടൈമിലൊക്കെ അങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഇല്ല ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും റിയൽ ആയിട്ടുള്ള കുറേ ഇമോഷൻസ് വരും. ഇപ്പം നമ്മൾ കുറേ റീൽസ് കാണാറുണ്ട്, അല്ലേ? അപ്പം അച്ഛനാണെങ്കിലും ഇപ്പം ചില സമയത്തൊക്കെ താലി കെട്ടുമ്പോൾ പെൺകുട്ടി പോലും കരയണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ലൈവ് ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് വെഡ്ഡിങ്ങിനോടാണ് എപ്പോഴും ഒരു സ്റ്റെപ്പ് കൂടുതൽ ഇഷ്ടം. മാം വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ പഠിച്ചത്. അപ്പോൾ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണോ ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചത്? അതൊപ്പം മാം പറഞ്ഞ പോലെ തന്നെ ഫോട്ടോഗ്രാഫിയിലായിരുന്നു? അല്ല, എനിക്ക് ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛന് ഫോട്ടോഗ്രാഫി ഭയങ്കര താല്പര്യമുള്ള ആളാണ്. ബേസിക്കലി ഞാൻ സ്പോർട്സ് റിലേറ്റഡ്, അച്ഛൻ എൻ്റെ സ്പോർട്സ് കോച്ചായിരുന്നു. അപ്പോൾ ഞാൻ അതായിരുന്നു എൻ്റെ കരിയർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അച്ഛന് 9th മരിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ പറ്റില്ലല്ലോ. അമ്മക്ക് പേടിയുണ്ടായിരുന്നു അങ്ങനെ തനിച്ച് സ്പോർട്സിനൊക്കെ വിടാം. അപ്പോൾ ഒരു +1 +2 ആ ടൈം വരെ പോയിട്ടുണ്ട്. ഡിഗ്രി ഫസ്റ്റ് ഇയർ വരെ ഞാൻ പോയി സ്പോർട്സിൻ്റെ ഇതിന്. ഞാൻ ജൂഡോ ഉണ്ടായിരുന്നു, പിന്നെ സ്കൂളിലുള്ള അത്ലറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഗെയിംസിൽ ടെന്നിക്കോയിട്ട് നാഷണൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫായിരുന്നു. എൻ്റെ ഇടയിൽ +2 കഴിഞ്ഞപ്പോൾ
അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നോർത്ത് ഇരിക്കുന്ന അവസ്ഥയില്. അപ്പം എന്താ ഇപ്പൊ ഫിനാൻഷ്യലി പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അമ്മേനെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണായിരുന്നു എന്ത് ചെയ്യണം എന്നല്ല. ഫാഷൻ ഡിസൈനിങ് എനിക്കിഷ്ടമാണ്, ഈ കോസ്റ്റ്യൂംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇല്ല, പക്ഷെ എനിക്ക് ചില സമയത്ത് ഞാൻ ചെയ്യും. എൻ്റെ ഓൺ ഡ്രസ്സുകൾ മാക്സിമം ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. മീനിങ് ഇവന്റ് ഒക്കെ വരുമ്പോൾ കേട്ടോ, ഇപ്പം വെഡ്ഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ അതിനൊക്കെ എക്സ്പെൻസ് ഭയങ്കരമാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ കോഴ്സ് പറഞ്ഞത്. അത് ആ സമയത്ത് അധികം കോളേജിലില്ല ഞാൻ പഠിക്കുന്ന ടൈമിൽ, അതും ലേഡീസും കുറവാണ്. അപ്പോൾ അതിൽ അന്വേഷിച്ചപ്പോൾ അവരതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നപ്പോഴത്തേക്കും ജേർണലിസം ഉണ്ട്, ഫോട്ടോഗ്രാഫി ഉണ്ട്, വീഡിയോഗ്രാഫി ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഇതിൽ കുറേ കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്, ജേർണലിസം ഇഷ്ടമാണ്, സൈക്കോളജി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നന്നായി ഇത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണിത്. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിലൊക്കെ ഡിസൈനിങ് ആയിരുന്നു. പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് അതുകൊണ്ട് കേട്ടോ അതിനുള്ളിൽ. നമുക്ക് ആ കോഴ്സിലുണ്ട് ഓൾറെഡി. ഇപ്പം നമുക്കൊരു 3 സെമസ്റ്ററിൽ കുറേ കാര്യങ്ങൾ പഠിക്കാം. അതിൻ്റെ PG എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ 2 പേരിൽ ഒരാൾ ടീച്ചിങ്ങിനാണ് പോയത്. അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് PG ചെയ്യാം. അപ്പം ഞാൻ PG ഒന്നും ചെയ്തില്ല, ഞാൻ നേരെ ഡിസൈനിങ്. എനിക്ക് ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഇഷ്ടം. ഇങ്ങനെ പ്രാക്ടിക്കൽ എക്സാംസ് കാര്യങ്ങളിലൊക്കെയാണ്. ബാക്കി തിയറി ബേസ് ഒക്കെ ഞാൻ എപ്പോഴും ഫെയിലാണ്. പ്രാക്ടിക്കൽ എക്സാം അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ എനിക്ക് കുറച്ച് വരയ്ക്കാനാണെങ്കിലും ഞങ്ങൾക്ക് അധികം ഫോട്ടോഗ്രാഫി വരയ്ക്കുക അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ഫോട്ടോഗ്രാഫി ഒരു ടൈം കഴിഞ്ഞപ്പോൾ അത് ഉറപ്പിച്ചു. അതിനിടയിൽ കുറേ പണികൾ ഇടയ്ക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ സ്പോർട്സ് ഒക്കെ നിർത്തിയല്ലോ, ഇപ്പൊ ജൂഡോ ഒക്കെ ഉണ്ട് പറഞ്ഞു. അപ്പൊ അത് നിർത്തിയപ്പോൾ എങ്ങനെയാ നിർത്തുന്ന ഒരു സങ്കടം ഉണ്ടായത്? ഇപ്പോഴും ചെയ്യുന്നുണ്ടോ? ഇല്ല ഇപ്പൊ ചെയ്യുന്നില്ല. പക്ഷെ എനിക്ക് ജൂഡോ നിർത്തിയപ്പോൾ സങ്കടം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ചെറുപ്പം മുതൽ എനിക്ക് 2ാം ക്ലാസ് 3ാം ക്ലാസ് മുതൽ അച്ഛൻ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. നമുക്ക് ആ ടൈമിൽ പോകാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു ഏജ് കാറ്റഗറി ഉണ്ടല്ലോ. അപ്പോൾ 8th പഠിക്കുമ്പോൾ അച്ഛൻ അറ്റാക്ക് വന്നായിരുന്നു, സെക്കൻഡ് 2ാമത്തത്. അപ്പോൾ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ 9th ആയപ്പോൾ അച്ഛൻ മരിച്ചു. അപ്പോൾ ആ ഒരു ഇതായതുകൊണ്ട് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഇപ്പോഴും ചാച്ചന്മാരൊക്കെ ചിലപ്പോൾ ചീത്ത പറയാറുണ്ട്. അവരൊക്കെ സ്പോർട്സ് ഫുട്ബോൾ സ്കേറ്റിംഗ് ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിനെപ്പോഴും ചീത്ത പറയും, നിനക്ക് അതിൽ പോയിക്കൂടായിരുന്നത്. അവർക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഉള്ള അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. അമ്മക്ക് പേടിയായിരുന്നു അച്ഛനില്ലാതെ പോകുമ്പോൾ. ആ ഒരു സമയത്തുണ്ടാവുന്ന അമ്മമാരുടെ പേടിയില്ലേ, അതുകൊണ്ട് പിന്നെ നിർത്തിപ്പോയതാ. ഈ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ട്? ഞാൻ 2008 മുതൽ ഉണ്ട്. ആ ടൈം മുതൽ അന്നൊക്കെ സ്റ്റാഫായിട്ടാണ് പല സ്ഥലത്ത്. ഇപ്പം ഒരു കൺസ്ട്രക്ഷൻ ഫേമിലാണ് ആദ്യം ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ തന്നെ ഒരു CN ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. അവിടെ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങും ഫോട്ടോഗ്രാഫിയും ഒപ്പം അവർക്ക് ക്രിയേറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, തൊട്ട് അപ്പുറത്ത് തന്നെയാണ്. അവിടെ സൗണ്ട് അതുപോലെ തന്നെ എഡിറ്റിങ്. അപ്പം എനിക്ക് ഇവിടുത്തെ പണി ഇല്ലാതിരിക്കുന്ന സമയത്ത് എനിക്ക് അപ്പുറത്ത് പോയി ചെയ്യാം. അപ്പം ഫുൾ ഫ്രീഡം ഉണ്ടായിരുന്ന ഒരു സ്പേസാണ്. അവിടെയായിരുന്നു ഞാനൊരു 1.5 വർഷം വർക്ക് ചെയ്തത്. അതിനുശേഷം പിന്നെ വേറൊരു സ്റ്റുഡിയോയിലോട്ട് മാറിയായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് നാൾ അവിടെ ഇവിടെയൊക്കെ പല ജോലി ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഇടയ്ക്ക് ഞാൻ ഹ്യൂമൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ അവിടെ മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ അങ്ങനെ പല പല ജോലികൾ ചെയ്ത് ഒരു സമയമായപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫോട്ടോഗ്രാഫി ഫിക്സ് ചെയ്തു. ഇതിപ്പോൾ എല്ലാം ചെയ്യാൻ എങ്ങനെ ടൈം മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്? ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഇത് ആ ടൈമിലല്ലേ അച്ഛാ നമ്മളൊരു ഓഫീസ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഫീൽഡ് ആകുമ്പോഴത്തേക്കും അവിടെ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ബ്രോഷർ ചെയ്യാനായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം ഉണ്ടാവില്ലല്ലേ. ഇപ്പം അറ്റ് എ ടൈം അവർ 3-4 സൈറ്റ് ചെയ്യൽ കുറവാണ്. ഇപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ ആയിരിക്കും അവർ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ 1-2 ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ബ്രോഷർ കാര്യങ്ങൾ ചെയ്താൽ ബാക്കി സമയം എനിക്ക് ഫ്രീ ആണ്. അപ്പോൾ ആ ടൈമിൽ എൻ്റെ അടുത്ത് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ പഠിച്ച കോഴ്സ് ഇതായതുകൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ട് നീ അവിടെ ട്രെയിനായിട്ട് കയറിക്കോന്ന് പറയും. അപ്പം നമ്മൾ അപ്പുറത്ത് വരുന്നിട്ട് തൊട്ടപ്പുറത്ത് തന്നെ ജസ്റ്റ് ഒന്ന് അപ്പുറത്ത് ബിൽഡിങ് സെയിം തന്നെയാണ്, 2 ഡോറാന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ നമ്മൾ അവിടെ പോയി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇഷ്ടം എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും. ഇപ്പം മാം ദുബായിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അങ്ങോട്ട് പോകാനുള്ള ഒരു ചോയ്സ് മാമിൻ്റെ തന്നെ ആയിരുന്നോ? അവിടെ പോയി ഫിനാൻഷ്യലി പ്രോബ്ലംസ് തന്നെ ഒബ്വിയസ്ലി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഈ ഒരു ഫീൽഡിലാണ്, വെഡ്ഡിങ്ങിൽ. കാരണം അവിടെ ഒരു കാരണവശാലും
ആണുങ്ങളെ കയറ്റില്ല വെഡിങ്ങിന്. ഈ ഫോട്ടോഗ്രാഫിയിലാണ് പറയുന്നത്? അല്ല, ആ ഇവന്റിന് കയറ്റില്ല. അവിടെ അറബിക് കല്യാണം ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ഇവന്റിൽ ആരെയും കയറ്റില്ല. ജസ്റ്റ് ഇപ്പോൾ ബ്രൈഡ് അവിടെ ഇരിക്കുന്നുണ്ടാവാം. ഗ്രൂം വരുന്ന സമയത്ത് ബ്രൈഡിൻ്റെ ബ്രദറും അച്ഛനും അവർ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഗ്രൂമിനെ ഒന്ന് അവിടെ എത്തിക്കാനുള്ളൊരു ഇതിനു വേണ്ടി മാത്രം വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ലേഡീസ് മാത്രമേ ഉള്ളൂ. അതിപ്പം ഇപ്പോൾ ഫുഡിൻ്റെ കാറ്ററിംഗ് സർവീസ് എല്ലാം ഫിലിപ്പീൻസാണ് അധികം ഉണ്ടാവുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്കും കൂടി കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റി അവിടെ കിടന്നു. കാരണം അവിടെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവരുടെ ഡ്രസ്സിങ് അങ്ങനെയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഫുൾ പർദ്ദ എന്നുള്ളത് ആ ഒരു സമയത്ത് മാറും. അവരുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അതാണ്. കുറച്ചും കൂടി ഓപ്പണായിട്ട് അവരുടെ ഫ്രീഡത്തിനുള്ള ഡ്രസ്സിങ് ആയിരിക്കും കല്യാണത്തിന്റെ ആ സമയത്ത്. അവിടെ എല്ലാ ലേഡീസും ഓൾമോസ്റ്റ് അങ്ങനെ അവരുടെ കസിൻസ് ഫാമിലിയൊക്കെ. അപ്പോൾ ഈ ബ്രൈഡ് ഞാൻ പറഞ്ഞില്ല ഗ്രൂം വരുന്ന സമയത്ത് ഉള്ള എൻട്രിയുടെ ടൈമിൽ ഇവരൊക്കെ വീണ്ടും പർദ്ദ എടുത്തിടും. അപ്പോൾ എന്നിട്ട് ചെക്കൻ അവിടെ ഇരുത്തി ഒരു 5 മിനിറ്റ് ഈ ക്യാഷ് ഒക്കെ ഇടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എടുക്കാം. എന്നുവെച്ചാൽ ഇപ്പോൾ എന്താ പറയുക 10 രൂപ അവിടുത്തെ അതൊക്കെ ഇവരുടെ തലയിലിടും. ചിലപ്പോൾ കുറേ അതിടും. അത് വേറെ ആരും എടുക്കില്ല, നമുക്ക് എടുക്കാം. ഈ ഫിലിപ്പീൻസിനും ഫോട്ടോഗ്രാഫേഴ്സിനും ഒക്കെ എടുക്കാം. അവിടെ നിന്ന് അത് നമുക്കൊരു ഏണിങ് കേട്ടോ. കാരണം അതിൽ നമ്മൾ അയ്യോ അതെന്ത് വിചാരിക്കും അങ്ങനത്തെ ചിന്തകളൊന്നുമില്ല. അത് നമുക്ക് വേണ്ടിയിട്ടാണ് ഇടുന്നത് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതെല്ലാം കഴിഞ്ഞ് അവർ പോകുമ്പോൾ അവർ വീണ്ടും അവരുടെ ഡ്രസ്സൊക്കെ കുറച്ചും കൂടി അവരുടെ ഫ്രീഡത്തിനുള്ളത് ഇടും. അപ്പോൾ ലേഡീസിന് മാത്രമേ ഇവിടെ എൻട്രി ഉള്ളൂ. വേറെ ഒരാൾക്കും ഒരു കാരണവശാലും എൻട്രി ഇല്ല. അവിടെ ഇതൊക്കെ കൊണ്ടാണ് മാം പറഞ്ഞിട്ടുണ്ട് അവിടെ വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വർക്ക് തീരും, ഭയങ്കര ഇതായിരുന്നു ചെയ്യാന്നുള്ളത്. ചെയ്യാൻ ഇഷ്ടമായിരുന്നു. തീരും എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പണികളില്ല. കാരണം ഗ്രൂപ്പ് ഫോട്ടോ അവിടുത്തെ ഇപ്പത്തെ എനിക്കറിയില്ല. ആ ടൈമിൽ അവരുടെ ആൽബംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കപ്പിൾ ഫോട്ടോസ്, സിംഗിൾ ഫോട്ടോ മാക്സിമം പോയി കഴിഞ്ഞാൽ ഈ ഫാമിലി എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 5 or 6 ഫാമിലി, വേറെ ഒന്നുമില്ല. നമ്മൾ ഇവിടുത്തെ പോലെ ഇല്ല. ക്രൗഡ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സകല മനുഷ്യന്മാരും അതിനുള്ളിൽ ഉണ്ടാവും. പക്ഷെ അവരൊന്നും ഫോട്ടോ എടുക്കാൻ കയറില്ല. അവരൊക്കെ ജസ്റ്റ് എന്താ പറയുക, ഈ പറഞ്ഞില്ല മാക്സിമം ഒരു 6 ഫാമിലീനെ കൂട്ടിക്കോ. ചെക്കൻ്റെ ആണെങ്കിലും പെണ്ണിൻ്റെ ആണെങ്കിലും ഉള്ള ആ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ. ഈവൻ ആൽബം കൊടുക്കുവാണെങ്കിൽ പോലും ഈ ഫാമിലി ഫോട്ടോസ് ജസ്റ്റ് ഒരു പ്രിന്റ് അടിച്ചിട്ട് ഒരു ഫ്രെയിം പോലെ കുഞ്ഞ് സെറ്റാക്കി കൊടുക്കുന്നതിനുള്ളൂ. ബാക്കി ആ ആൽബംസ് മുഴുവനും അവരുടെ കപ്പിൾ ഫോട്ടോസ് ആയിരിക്കും. അപ്പൊ പിന്നെ അങ്ങനെ വലിയ പണികൾ അവിടെ ഉണ്ടാവാറില്ല. അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. മീൻസ് ഞാൻ സ്റ്റുഡിയോ സ്റ്റാഫായിട്ടാണ് പോയത്. അപ്പൊ അവിടെ നമ്മൾ ആ ടൈമിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ചെയ്യും കേട്ടോ. ഇന്ന ഇതൊന്നുമില്ല. ഇപ്പൊ അവർക്ക് തന്നെ ഒരു ദിവസം 3-4 വർക്ക് ഉണ്ടാവും. അപ്പം ആ വർക്കിൽ നമ്മളെല്ലാവരെയും വിട്ട് കഴിഞ്ഞാലും ഇപ്പൊ ചിലവരെ ഫോട്ടോഗ്രാഫി ആയിരിക്കും. ഫോട്ടോഗ്രാഫി വിട്ട് കഴിഞ്ഞിട്ട് വീഡിയോഗ്രാഫിക്കാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും വിടും. അങ്ങനെ മാറി മാറിയിട്ടായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പോൾ ഒരു മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ജോബ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് മാം നാട്ടിൽ വന്നു, ഒരു സ്റ്റുഡിയോ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് എന്തായാലും നമുക്കറിയാം ഒരുപാട് പ്രോബ്ലംസ് മാം ഫേസ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണ് അതൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്തൊക്കെ? ആ സമയത്ത് ഞാൻ നാട്ടിൽ തിരിച്ചെത്തിയിട്ട് എനിക്ക് കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അങ്ങനെ പോകുന്നതാണ്. ഞാൻ അവിടെ നിന്ന് ഞാൻ തിരിച്ചെത്തിയതിന് ശേഷം നേരെ ഞാൻ പോയത് വേറെ ഫീൽഡിലോട്ടാണ്. ഇതിപ്പോ ഈ ഫീൽഡ് ഒന്നുമല്ല, അല്ല ജേർണലിസം. നേരെ അങ്ങടെ പോയത് ഇത് ഈ ചാനൽ തന്നെ, കേരള വിഷനിൽ തന്നെയാണ്. അപ്പൊ അവിടെ പുതുക്കാടായിരുന്നു, ന്യൂസിലായിരുന്നു. ഞാൻ സബ് എഡിറ്ററായ പ്ലസ് ലൈവ് ക്യാമറയും സെറ്റ് ചെയ്യുമായിരുന്നു. അതായിരുന്നു എനിക്ക് അവിടെ ഉണ്ടായിരുന്ന പണി. അപ്പൊ അവിടെ ഞാൻ കുറച്ചധികം നാളെ നിന്ന് കഴിഞ്ഞ് പിന്നെ എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നത് അവിടെ പുതുക്കാട് അവിടെ രണ്ട് ഇക്കമാരുണ്ടായിരുന്നു മെയിനായിട്ടുണ്ടെന്ന്. അപ്പോൾ അതിലൊരു ഇക്കൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് വെച്ചാൽ നമുക്ക് കുറച്ചൊരു ഇഷ്ടങ്ങളുണ്ടല്ലോ, നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ അവർക്കറിയാലോ. അപ്പോൾ പറഞ്ഞാൽ നിനക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട് അങ്ങനെ തുടങ്ങിക്കൂടാ, അങ്ങനെ ഇങ്ങനെ. അപ്പം എനിക്കിപ്പോൾ എൻ്റെ അമ്മയും പറയാറുണ്ട് സ്വന്തമായിട്ട് തുടങ്ങി. അങ്ങനെ പറഞ്ഞാലും എനിക്ക് തോന്നും എനിക്ക് പറ്റില്ല, എനിക്ക് കോൺഫിഡൻസ് കുറവാണ്. എൻ്റെ അടുത്ത് ഇങ്ങനെ എത്ര കോൺഫിഡൻസിൽ ഒരാൾ എനിക്ക് സപ്പോർട്ട് ചെയ്താൽ പോലും എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമുണ്ട്, കോൺഫിഡൻസ് കുറവുണ്ട്. അതെന്നെ വേണ്ടി തോന്നണം, എനിക്ക് പറ്റുമെന്ന് തോന്നിയാൽ ഞാനത് ചെയ്യും. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു ടൈമിൽ എനിക്ക് ചെറിയൊരു ചേഞ്ച് എന്ന ലെവലിൽ നേരെ
അവിടെ മാനേജറായിട്ട് കയറി. വേറൊരു സ്റ്റുഡിയോ അല്ല, പ്രിന്റിങ് ഇതിൻ്റെ മാനേജറായിട്ട് ഞാൻ കയറി. അവിടെ മാനേജറായിട്ട് കയറി കുറേ നാൾ നിന്ന് കുറേ കഴിയുമ്പോഴത്തേക്കും ഞാൻ പതുക്കെ സൈഡായിട്ട് ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യും. ഡിസൈനിങ് എനിക്ക് അറിയുന്നതാണല്ലോ. അപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി ഒരു ഡിസൈനിങ് കമ്പനി സൈഡായിട്ട് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് റിസൈൻ ചെയ്തപ്പോൾ ഞങ്ങൾ 5 പേരും കൂടി ഒരുമിച്ച് ഇറങ്ങിയപ്പോൾ അവർ കമ്പനിക്ക് നല്ല പണിയായി. പക്ഷെ നമുക്ക് പേഴ്സണലി അറിയുന്നതുകൊണ്ട് എന്നെ ചീത്തയൊന്നും പറഞ്ഞില്ല. നമ്മുടെ പുലിമുരേൻ്റെയൊക്കെ ക്യാമറാമാൻ ഷാജികുമാർ അവരുടെയൊക്കെ പാർട്ട്ണർഷിപ്പിലുള്ളൊരു കമ്പനിയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. ഞങ്ങൾ ആദ്യം പറഞ്ഞില്ലേ ഞാൻ ഡിസൈനിങ് ചെയ്ത അവിടുത്തെ ഓഫീസ് ഒഴിവുണ്ടായിരുന്നു, സാർ തന്നു. തുടക്കമായതുകൊണ്ട് ഞങ്ങളോട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്താ പറയുക അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു തന്നു. വെച്ചാൽ റെൻറ്റിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും നിങ്ങൾക്ക് കിട്ടണേൻ്റെ ഒരു ഷെയർ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങി. അപ്പോൾ മാമിൻ്റെ കൂടെ അവിടെ ഇറങ്ങി അതിൻ്റെ ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കമായതുകൊണ്ടും കുറേ പേർക്കുള്ള ഫിനാൻഷ്യലി പ്രോബ്ലംസ് കൊണ്ടൊക്കെ തുടക്കത്തിൽ അങ്ങനെ പോയി. ലാസ്റ്റ് ഫൈനൽ ഞങ്ങൾ 2 പേരായിട്ട് അതൊരു 7-8 വർഷം ഞങ്ങൾ ആ കമ്പനി ഉണ്ടായിരുന്നു. അതും ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബാംഗ്ലൂർക്ക് ഇടയ്ക്ക് പോയി, വെഡിങ് തന്നെയാണ്. അപ്പോഴത്തേക്കും ഞങ്ങൾ സ്റ്റുഡിയോ വിട്ടുവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പാർട്ട്ണർഷിപ്പ് വിട്ടിട്ട് 2 പേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് എടുക്കാൻ തുടങ്ങി. അപ്പോൾ അവന് എക്സ്ട്രാ വർക്ക് വരുമ്പോൾ എന്നെ വിളിക്കും, എനിക്ക് എക്സ്ട്രാ വർക്ക് വരുമ്പോൾ ആളെ വിളിക്കും. അപ്പൊ അങ്ങനെയാ പോയിക്കൊണ്ടിരുന്നായിരുന്നു. അപ്പൊ മാമിന്റെ ഈ ഒരു ജേർണി കേൾക്കുമ്പോ തന്നെ നല്ല രസം. എത്ര വർക്കുകളാണ് ചെയ്യുന്നത്. ഞാൻ ഇപ്പഴാ ഓർക്കുന്നത്, ഇതൊക്കെ മറന്നിരിക്കുന്ന കേസാ. ഇപ്പൊ എന്നോട് സംസാരിക്കണോ ഞാൻ കുറെ ഇങ്ങനെ ചെയ്ത് പോയിട്ടുണ്ടല്ലോ എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്കറിയാം ഒരുപാട് നെഗറ്റീവ് റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് കിട്ടും ആൾക്കാരെ മനസ്സിലാക്കാനുള്ളത്. കാരണം ഇപ്പൊ വെഡിങ് ഫീൽഡ് മാർക്കറ്റിംഗ് ഫീൽഡിൽ നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് അത് ഫോൺ വിളിച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പം നമ്മൾ അതും ഷർട്ട് റീഡിങ് ആണ്. അപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് പെൺകുട്ടിയാണ് ശരി, അവർ അപ്പോയിൻമെൻറ്റ് തരും, കൺഫേം ആയിട്ട് തരും അപ്പോയിൻമെൻറ്റ് തന്നു കഴിഞ്ഞിട്ട് പോകുന്നത് വേറെ ആൾക്കാരായിരിക്കും. അപ്പം അവർ ആകെ പണി കിട്ടിയ അവസ്ഥയും. എന്നാലും അവിടെ നിന്ന് ആ മാസം ഏറ്റവും കൂടുതൽ അവിടെ ടാർഗറ്റ് അച്ചീവ് ചെയ്തത് ഞാനായിരുന്നു. അത് ഞാൻ ആക്ച്വലി വർക്ക് കണ്ടിന്യൂസ് ചെയ്യാനല്ല, എനിക്ക് ദുബായിലേക്കുള്ള വിസ വരാനുള്ള വെയിറ്റിങ്ങിൽ 1-2 months ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിന് വേണ്ടി ഞാൻ വെറുതെ കയറിയതാണ്. വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറിയതായിരുന്നു. ആ ടൈമിൽ നമുക്ക് കിട്ടിയ കുറേ എക്സ്പീരിയൻസ് വേറെയാണ്. അങ്ങനെ ഓരോ സ്ഥലത്തും നമുക്ക് കിട്ടും ആൾക്കാരെ മനസ്സിലാക്കാനും. എനിക്കിങ്ങനെ ഒബ്സർവ് ചെയ്യാൻ ഇഷ്ടം. എന്നുവെച്ചാൽ വെറുതെ വഴിക്കൂടെ അങ്ങനെ ഒബ്സർവ് ചെയ്യലല്ല, ഞാൻ കുറച്ച് കമ്പനിയായി കഴിയുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും നെഗറ്റീവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരെ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. അപ്പം അതൊക്കെ അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ കേട്ടോ പഠിച്ചു വന്നതാണ്. എപ്പോഴെങ്കിലും ഈ ഒരു പ്രൊഫഷൻ വേണ്ടായിരുന്നു എന്ന് മാമിന് തോന്നിയിട്ടുണ്ടോ? അങ്ങനത്തെ സിറ്റുവേഷൻസ് തോന്നിയിട്ടുണ്ടോന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അപ്പം ഞാൻ വർക്കിൻ്റെ ഇങ്ങനെ അയച്ചു കൊടുത്താലും 10 ഫോട്ടോ അയച്ചു കൊടുത്താൽ നമുക്ക് മിസ്റ്റേക്സ് പറയണ ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റയിലാണെങ്കിൽ പോലും നെഗറ്റീവ് കമൻസ് പറയുന്നവരുണ്ട്, അല്ലെങ്കിൽ പേഴ്സണലി വന്നിട്ട് ഒരു മീഡിയ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 10 ഫോട്ടോ വെച്ചാൽ 10 ഫോട്ടോയിലും 10 തരത്തിലുള്ള മിസ്റ്റേക്ക് പറയും. ഒരേ കോസ്റ്റ്യൂമാണ്. ഇപ്പോൾ പവിത്രയുടെ ഈ കോസ്റ്റ്യൂമിൽ തന്നെ ഞാനിവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കളറ് വേറെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ. ഒരു ഫോട്ടോന് അങ്ങനെ ആയിരിക്കും പറയാം, അടുത്ത ഫോട്ടോന് ഈ പോസ് അല്ല ബാക്ക്ഗ്രൗണ്ട് അതല്ലെങ്കിൽ നല്ലതായിരുന്നേ. ഇങ്ങനെ എപ്പോഴും അത് മാത്രം നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നും അറിയാതെ. ആ ടൈമിലേക്ക് ചില സമയത്ത് പ്രാന്ത് കയറിയിട്ടുണ്ട് ഞാൻ. എന്നുവെച്ചാൽ അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പം നമ്മളറിയാതെ ഓട്ടോമാറ്റിക്കലി തോന്നും. പിന്നെ ഞാൻ തന്നെ തീരുമാനിച്ച് കാണിക്കാതിരുന്ന പ്രശ്നം തീർന്നില്ലേ. അല്ല അപ്ലോഡ് നമ്മളെന്താ എടുത്തു വരുമ്പോൾ നമ്മളൊരു ക്യൂരിയോസിറ്റിക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു ഇതിൽ അയച്ചു കൊടുക്കുന്നതാണ് സംഭവം. അയച്ചു കൊടുക്കേണ്ട അതിൻ്റെ താഴെയല്ലേ വരുള്ളൂ. ചോദിക്കുന്നില്ല, അഭിപ്രായം ചോദിക്കുന്നില്ല, അത്ര നിർത്തി. എനിക്ക് നെഗറ്റീവ്സ് വരാറുണ്ട്. ഇപ്പം എൻ്റെ കുറേ പേര് പറയും, അതൊക്കെ ഞാൻ അക്സെപ്റ്റും ചെയ്യും. പക്ഷേ ചില കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ് ഇങ്ങനെ വെക്കുമ്പോൾ അതിപ്പോൾ ഇതിലാവണമെന്നില്ല, ഫോട്ടോഗ്രാഫി ആവണമെന്നില്ല, എന്ത് കാര്യത്തിനും നെഗറ്റീവേ അറിയത്തുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ മാമിൻ്റെ വർക്കൊക്കെ യുണീക്കാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് പോസിറ്റീവ് റെസ്പോൺസും കിട്ടും. അപ്പോൾ മാം പറയുന്നുണ്ട് കോൺഫിഡൻസ് ലെവൽ മാമിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ കമൻസ് ഒക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് കോൺഫിഡൻസ് ലെവൽ കൂടുന്നുണ്ടോ? അങ്ങനത്തെ തോന്നാറുണ്ടോ മാമിന്? അങ്ങനത്തെ കമൻസ് ചെയ്യുമ്പോൾ കോൺഫിഡൻസ് ലെവൽ അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ഇപ്പോൾ ഫോട്ടോഗ്രാഫി ഇപ്പം എനിക്ക് പണ്ട് ഞാൻ
ദിലീഷ് ഏട്ടൻ എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ദിലീഷേട്ടനോട് ഞാൻ ഒരു ദിവസം വിളിച്ചു. എന്ന് വെച്ചാൽ മഹേഷിൻ്റെ പ്രതിയായിട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇങ്ങനെ ഡയറക്ഷൻ്റെ എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ രസമുണ്ട്, എന്താണോ നിൻ്റെ ഫ്രെയിമിൽ കാണുന്നത് അത് ഷൂട്ട് ചെയ്യുക, അവരെ കൊണ്ട് ഒത്തിരി ചെയ്യിപ്പിക്കാനും നിൽക്കരുത്, ലൈവായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. അത് പുള്ളി ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞു തന്നെ. നീ വെക്കുന്നതും നിൻ്റെ ഫ്രെയിമിൽ കാണുന്നതുമാണ് അതിൻ്റെ കറക്റ്റ് ഇത്. വെച്ചാൽ ഒരാൾ ചെയ്യുന്ന റിപ്പീറ്റ് ചെയ്യുക അങ്ങനെയല്ല വേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പം എന്നെ സംബന്ധിച്ച് ഗൗരിയുടെ ഈ ഒരു സ്പേസ് വിട്ടിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാം. അപ്പം നമ്മൾക്ക് തോന്നുന്നതാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റി. മറ്റൊരാൾ ചെയ്യുന്ന സാധനം മാത്രം റെഫറൻസ് എടുത്ത് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ അത് അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലേ. നമുക്ക് റെഫറൻസ് എടുക്കാം, അപ്പം അത് അങ്ങനെ മാത്രമേ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ക്രിയേറ്റിവിറ്റി. നമ്മൾക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. ഇപ്പം എന്താ പറയുക, ഇപ്പം ഈ ഒരു ചെടിയുടെ ആണെങ്കിലും പല തരത്തിലെടുക്കാം. ഞാൻ എടുക്കുന്ന പോലെ ആയിരിക്കില്ല പവിത്ര എടുക്കുന്നത് അല്ലേ. പവിത്രയുടെ ഒരു സ്റ്റൈൽ എൻ്റെ ഡിഫറെൻ്റ് ആയിരിക്കാം, പക്ഷെ അതിനും ഭംഗിയുണ്ടാവും. എല്ലാവർക്കും ഉണ്ട്. ഇതെങ്ങനെ വേണമെങ്കിലും ഈ ഫോട്ടോ എടുക്കാം. എനിക്ക് ഇതിൻ്റെ മാത്രമായിട്ട് എടുക്കാം, ഇതിൻ്റെ വൈകിട്ട് എടുക്കാം, എങ്ങനെ എടുക്കാം. പവിത്രക്കും എടുക്കാം. അത് ചിലപ്പം ഞാൻ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെക്കാളും നന്നായിട്ട് ചിലപ്പോൾ പവിത്രയ്ക്ക് എടുക്കാം. അത് പവിത്രയുടെ ക്രിയേറ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഞാൻ മാമിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ, ഇപ്പോൾ മാം ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഫോട്ടോഗ്രാഫിയിൽ മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വർക്ക് ഏതായിരിക്കും? അങ്ങനെ പറയാനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് വെഡ്ഡിങ് എല്ലാം നമുക്കിഷ്ടം. ഞാൻ വെഡ്ഡിങ് എടുത്തിട്ടുണ്ട്, ഫാഷൻ എടുത്തിട്ടുണ്ട്, ഫാഷൻ ഷോ എടുത്തിട്ടുണ്ട്, ബേബി ഷൂട്ട് എടുത്തിട്ടുണ്ട്. ഞാനങ്ങനെ ഒത്തിരി ചെയ്യാത്തത് വൈൽഡ് ലൈഫാണ്. എനിക്കത് ഇഷ്ടമാണ്, പക്ഷെ എനിക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല അത്രയും. എന്നുവെച്ചാൽ നമ്മുടെ വർക്ക് കളഞ്ഞിട്ട് മാറി നിൽക്കാൻ പറ്റില്ല. ഒരു വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിക്കിപ്പോൾ ഒരു മാസം അങ്ങനെയൊക്കെ പോയി നിൽക്കാം, പക്ഷെ വർക്ക് കളഞ്ഞിട്ട്, കാരണം അത് തുടക്കമാണ്, നമുക്കൊരു ഏണിങ്സ് ഉണ്ടാവില്ല, നമുക്ക് എല്ലാത്തിനും അങ്ങനെ ഒരു ഇത് വേണമല്ലോ. അപ്പം അങ്ങനെ എനിക്ക് മാറാൻ പറ്റാത്തതുകൊണ്ട് ഉള്ള പ്രശ്നം. അതിലുപരി എനിക്ക് ഫേവറേറ്റ് ഫോട്ടോഗ്രാഫി വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലായിട്ടൊന്നും അങ്ങനെ എടുത്ത് പറയാനില്ല, കാരണം എല്ലാം ഇഷ്ടമാണ്. ഓരോ വെഡ്ഡിങ്ങിനും ഓരോ ഇമോഷൻസ് ആയിരിക്കില്ലേ. ചിലപ്പോൾ ചില ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ളതായിരിക്കാം കിട്ടുന്നത്, ചിലപ്പോൾ ഭയങ്കര ഇമോഷൻസ് കിട്ടാം. അത് ആരുടെയും ആവാം, ബ്രൈഡിൻ്റെ ആവാം, ഗ്രൂമിൻ്റെ ആവാം, ഇതൊന്നുമല്ല, ചിലപ്പോൾ ഫ്രണ്ടിൻ്റെ ആവാം, ചിലപ്പോൾ കസിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഇന്നതൊന്നും നമുക്ക് സ്പെഷ്യലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. മാം എന്തായാലും ഈ ഒരു ഫീൽഡിലൂടെ പോകുമ്പോൾ കേട്ടിട്ടുണ്ടാവും, എന്നിട്ടൊക്കെ മാമിന് ഈ ഒരു പ്രൊഫഷൻ മതി എന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്താ? അങ്ങനെ അതുകൊണ്ട് ഇത് മതി എന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. അല്ലാതെ പക്ഷെ പല സിറ്റുവേഷൻസിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ സ്റ്റുഡിയോ ആയിട്ട് തുടങ്ങിയ ടൈമിലൊക്കെ ഞാൻ അധികം കോർഡിനേറ്റ് ചെയ്ത് പോവുക ചെയ്തത്, എല്ലാം മാനേജ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, മാർക്കറ്റിംഗ് ചെയ്ത് നമ്മൾ വർക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് നടക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു വെഡ്ഡിങ് എടുക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ നമ്മുടെ അടുത്തോട്ട് വരില്ല, നമ്മളത് മാർക്കറ്റ് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അധികം മാനേജ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഇടയ്ക്ക് എനിക്കെപ്പോഴും അന്ന് വീണ്ടും ഫോട്ടോഗ്രാഫി ചെയ്താലോ എന്ന് തോന്നി. അത് ഫിക്സ് ചെയ്ത കാര്യം കേട്ടോ. അത് വിടും ഉണ്ട്. അത് അതാ ഞാൻ പറയാം, ഇപ്പൊ നാളെ ഞാൻ മൂവി ഡയറക്റ്റ് ചെയ്താൽ പോലും ഫോട്ടോഗ്രാഫി വിടില്ല. വെഡ്ഡിങ് ഞാൻ ഒട്ടും വിടത്തില്ല, ഞാൻ വെക്കും. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഞാനത് കളയില്ല. അത് എപ്പോൾ ചെയ്യും മൂവി എന്നൊന്നും എനിക്കറിയില്ല, എന്നാൽ പോലും. അപ്പം ഞാൻ അങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന ടൈമിൽ ഞാൻ ഫോട്ടോഗ്രാഫി ചെയ്ത് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കൂടെയുള്ള കുറച്ച് ആൾക്കാർ ചില സമയത്ത് എന്താ പറയുക, വേണ്ട താൻ ഇത് തന്നെ ചെയ്താൽ മതി, ഞങ്ങൾ ചെയ്തോളാം. എന്നാൽ ആ പറയുന്ന ആൾക്കാർ ഒരു പക്ഷെ അപ്പം തുടങ്ങിയിട്ട് കൂടി ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മളെ ബാക്കോട്ട് വലിപ്പിക്കും. അപ്പം ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു വെഡ്ഡിങ് വർക്ക് എടുത്തു. ഞങ്ങൾക്കത് നോർമലായിട്ടുള്ള എടുത്തുന്ന ഒരു വെഡ്ഡിങ് വർക്ക് ആയിരുന്നു. പക്ഷേ അതിൻ്റെ ബ്രൈഡിൻ്റെ സൈഡിൽ പോയപ്പോഴാണ് അറിഞ്ഞത് എന്താ അധികം സെലിബ്രിറ്റീസ് ആയിരുന്നു അവിടെ വന്നത്. വെഡ്ഡിങ്ങിന് വന്നത്. അപ്പോൾ ഞങ്ങളാകെ ഷോക്കായിപ്പോയി. ഞങ്ങൾക്ക് കിട്ടുന്ന ബേസിക്കലി വലിയ വെഡ്ഡിങ് ആ ടൈമിൽ. ഞങ്ങളിവിടെ ഗ്രൂം സൈഡ് വന്നതാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നേരത്ത്, അത് മുസ്ലിം വെഡ്ഡിങ് കൂടിയാണ്, ട്രിവാൻഡ്രത്താണ്. അപ്പോൾ മുകേഷന് സ്റ്റെപ്പ് വരെ എങ്ങോട്ട് പോകുമ്പോഴും ചിരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് പോകുമ്പോഴും ചിരിക്കും, അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഫുൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി എനിക്കും ടെൻഷനായി, ഇനി ഡ്രസ്സിലല്ല പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരോട് ചോദിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എല്ലാ ഇവൻറ്റും കഴിഞ്ഞ് നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പിന്നെ മുകേഷൻ എന്നെ പാസ് ചെയ്ത് പോയി. അപ്പോഴും ചിരിച്ചിട്ട് പോയി. എന്നിട്ട് തിരിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു, എന്താ ചെയ്യുന്നത്, ഐ മീൻ ഇതാണോ പ്രൊഫഷൻ, എവിടെയാണ്, എന്താണ്, കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അപ്പം എനിക്ക് കുറച്ചും കൂടി ആ സംസാരത്തിലൊരു പോസിറ്റിവിറ്റി കിട്ടി.
നമുക്ക് വെച്ചാൽ ബാക്കി ഇപ്പുറത്ത് നെഗറ്റീവ് ഉണ്ട്, തന്നെ എടുക്കാൻ സമ്മതിക്കാതെ ഉള്ള ഒരു നെഗറ്റിവിറ്റി ഇപ്പുറത്തെ സൈഡിലുണ്ട് കുറേ. അതിൻ്റെ ഇടയിൽ കിട്ടിയൊരു പോസിറ്റീവാണ്. അപ്പോൾ ഈ മുത്തുമണി ചേച്ചി എൻ്റെ സീനിയറാണ്, മീൻസ് സ്കൂളിൽ. അപ്പോൾ ചേച്ചി ഞാനൊക്കെ സ്കൂള് മുതലേ അറിയുന്നതാണല്ലോ. അപ്പോൾ ആ സമയത്താണ് ഹോൾഡറിയും കൂടി ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ചേച്ചീനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് പറഞ്ഞു, നീ മറ്റുള്ളവർ എന്നുവെച്ചാൽ നമ്മളെ തന്നെ കാണിക്കുന്ന ഒരു മൂവിയാണെന്നത്. മഞ്ജുചേച്ചിയുടെ ഒരു ക്യാരക്ടർ നമുക്ക് എന്നെ സംബന്ധിച്ച് പോസിറ്റിവിറ്റി കേട്ടോ അത്. അപ്പോൾ അത് അങ്ങനെയാണ്. സോ നിനക്ക് എന്ത് തോന്നുന്നു അത് നിനക്ക് ഫോട്ടോഗ്രാഫി നിനക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ നീ അത് തന്നെ ചെയ്തു പോകും, വേറെ ആരുടെയും കാര്യങ്ങൾ കേൾക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്നപ്പോഴത്തേക്കും പിന്നീടുള്ള കാര്യത്തിൽ ഞാൻ പറഞ്ഞ് അല്ല ഞാൻ കൊണ്ടുവന്ന വർക്കല്ലേ എനിക്കറിയാൻ ചെയ്യാൻ, ഞാൻ തിരിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴും തിരിച്ച് സംസാരിക്കില്ല, ഞാൻ വഴക്കുണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു ലിമിറ്റ് വരെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഞാൻ നമ്മളുടെ കാര്യങ്ങൾ വിട്ടുപോകാന്ന് പറയുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. അപ്പം മാത്രം ഞാൻ അങ്ങനെ ഉറച്ച് ഇല്ല, ഇനി ഞാനിതൊരിക്കലും വിടത്തില്ല എന്ന് തീരുമാനിച്ചു.